വസ്ഹബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായമായ സൂറ അൽ അൻആം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അൻആമിലെ 126 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 127 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله ഇന്ന റബ്ബക ഹകീമുൻ അലീം. കഴിഞ്ഞ സൂക്തങ്ങളിൽ ഒടുവിലായി നാം മനസ്സിലാക്കിയത് മനോവിശാലതയെക്കുറിച്ചാണ്. അല്ലാഹു തആല ആരുടെ മനസ്സിനെ വിശാലമാക്കിയോ, അല്ലാഹു ആർക്ക് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ മനസ്സിനെ അള്ളാഹു ഇസ്ലാമിലേക്ക് വിശാലമാക്കും എന്നൊരു പരാമർശം ഉണ്ടായി 125-ാമത്തെ ആയത്തില്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഒരാളെ വഴികേടിലാക്കാൻ ഉദ്ദേശിച്ചാലോ അവന്റെ നെഞ്ചകം ഇടുക്കമുള്ളതായിട്ട് അവന് തോന്നും. അങ്ങനെ ആകാശത്ത് കയറിപ്പോകും പോലെ നന്മകൾ ഉൾക്കൊള്ളുക, പ്രയോഗവൽക്കരിക്കുക എന്നത് ഏറ്റവും പ്രയാസകരമായിട്ടാണ് അയാൾക്ക് അനുഭവപ്പെടുക എന്നാ പറഞ്ഞത്. അതിനാൽ ഈ സന്മാർഗമുണ്ടല്ലോ, അതാണ് ചൊവ്വായ മാർഗം എന്ന് 126-ൽ ഉണർത്തി. ഇനി 127-ല് അല്ലാഹു തആല ഇങ്ങനെ ഇസ്ലാമിനെ സ്വീകരിക്കാനായിട്ട് തൻ്റെ മനസ്സിനെ വിശാലമാക്കിയ ആളുകൾക്കുള്ള പ്രതിഫലത്തെ ചുരുങ്ങിയ വാക്കില് ഒന്ന് സൂചിപ്പിക്കുകയാണ് 127-ാമത്തെ സൂക്തത്തില്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. ലഹും അവർക്കുണ്ട്, ദാറുസ്സലാം, ദാറ് ഭവനം, ദാറുസ്സലാം സമാധാനത്തിന്റെ ഭവനം, സമാധാനത്തിന്റെ ഗേഹം അവർക്കുണ്ട്. ഇൻദ റബ്ബിഹിം അവരുടെ നാഥന്റെ അടുത്ത്. വഹുവ അവനാകട്ടെ വലിയുഹും അവരുടെ വലിയാണ് അഥവാ രക്ഷാധികാരിയാണ്. ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചിരുന്നത് എന്താണോ അതിൻ്റെ പേരിൽ, അഥവാ അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലയ്ക്ക് അവരുടെ രക്ഷകൻ അള്ളാഹുവാണ് എന്ന് പറയുന്നു. ചുരുങ്ങിയ വാചകങ്ങളേ ഉള്ളൂ 126-ാമത്തെ ആയത്തില്. എന്നാൽ അല്ലാഹു തആല ഇത്തരത്തിൽ മനോവിശാലത പ്രകടിപ്പിക്കുന്ന, സത്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി മനസ്സ് വിശാലമാക്കുന്ന
ആളുകൾക്കുള്ള പ്രതിഫലവും അവനും അവരും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഈ സൂക്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ലഹും അവർക്കുണ്ട് ദാറുസ്സലാം, ദാറ് വീട് ഭവനം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണല്ലോ പറയാം. എന്നാൽ ഭവനത്തിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക ബൈത്താണ്, അല്ലെ? ബൈത്ത് എന്ന് പറയുമ്പോൾ രാപ്പാർക്കുന്ന ഇടം എന്നൊരർത്ഥമാണ് അതിനുള്ളത് സാധാരണ വീടുകളെ കുറിച്ച് പറയുമ്പോൾ. അതേസമയം അള്ളാഹുവിന്റെ ഭവനം കഅബാലയത്തെ ബൈത്തുള്ള എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് എന്നൊക്കെ പ്രയോഗിച്ചേക്കാണ്. സാധാരണഗതിയിൽ രാപ്പാർക്കുന്ന ഇടം എന്നാണ് ബൈത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഭവനം എന്ന് ബൈത്ത് ചേർത്ത് പറയുമ്പോൾ വിശാലമായ ആശയങ്ങളുണ്ട്. മനുഷ്യൻ രക്ഷ തേടുന്ന, അതുപോലെ സമാധാനമായിട്ടിരിക്കുന്ന, അവിടെ പ്രവേശിച്ചാൽ ഉപദ്രവിക്കപ്പെടാത്ത, അത്രയും സുരക്ഷിതമായ, പ്രശ്നപരിഹാരം ലഭിക്കുന്ന എന്നൊക്കെയുള്ള ആശയം ബൈത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ഭവനത്തെ കുറിച്ച് പറയുമ്പോൾ രാപ്പാർക്കുന്ന ഇടം എന്നായിരിക്കും ബൈത്തിന്റെ ആശയം. ദാറ് എന്ന് പറയുമ്പോൾ ദാറ യദൂറു എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. ദാറ യദൂറു, അതിൽ നിന്ന് ദാർ എന്ന് പ്രയോഗിക്കുമ്പോൾ ഒരാള് അവന്റെ വീട്ടില് ഒരു ദിവസം എവിടെയൊക്കെ എത്രയൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും, അല്ലെ? ചിലപ്പോൾ കിലോമീറ്ററുകൾ തന്നെ നമ്മൾ വീട്ടില് തിരിച്ചും മറിച്ചും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരേ റൂമിനകത്ത് തന്നെ നിരന്തരം കറങ്ങുന്നു, വീട്ടില് അകത്തും പുറത്തുമായിട്ട് കറങ്ങുന്നു, അതിന് ചുറ്റിലും നടക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് വീടെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ എല്ലാ നിലയിലുമുള്ള ആശാ കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്. അയാൾ വിശ്രമം തേടുന്നത് അവിടെയാണ്, അയാൾ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്നത് അവിടുന്നാണ്, തിരിച്ചെത്താൻ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കുന്നത് അവിടെയാണ്, കൂട്ടുകുടുംബങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടുന്നതും സന്തോഷം പങ്കുവയ്ക്കുന്നതും അവിടെയാണ്, സങ്കടങ്ങളും എല്ലാം അവിടെയാണ്. ആ നിലയ്ക്ക് ദാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായ പ്രയോഗമാണ് എന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാം സജ്ജീകരിക്കപ്പെട്ട വാസസ്ഥലം, ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ സകലതും ഒരുക്കപ്പെട്ട ഇടമാണ്. നമ്മുടെ വീട് അങ്ങനെയല്ല. നമ്മുടെ സ്റ്റോർ റൂമിൽ എല്ലാം എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. പെട്ടെന്ന് കടയിലേക്ക് ഓടേണ്ട സാഹചര്യം ഉണ്ടാവും. ഒരു ഗസ്റ്റ് വരുമ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കും, എന്ത് ചെയ്യും? പക്ഷെ ഈ ഭവനം ഉണ്ടല്ലോ, ഇത് അള്ളാഹു സംവിധാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നിനൊരു കുറവുമില്ല. ലഹും മാ യശാഊന ഫീഹ വലദൈന മസീദ്. അവിടെ ആതിഥേയൻ അള്ളാഹുവാണ്, നമ്മെ സൽക്കരിക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു പറയുന്നുണ്ട് ലഹും മാ യശാഊന ഫീഹ, അവർ ഉദ്ദേശിക്കുന്നത് എന്തും അവിടെ കിട്ടും. വലദൈന മസീദ്, നമ്മുടെ പക്കലോ ഇനിയും എത്ര വേണമെങ്കിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദാറാണിത്. ആ ദാറ് ദാറുസ്സലാം ആകുമ്പോഴോ അതിൻ്റെ സവിശേഷത ഒന്നുകൂടി വികസിക്കുകയാണ്, അല്ലെ? സലാം എന്ന വാക്കിന് സമാധാനം എന്നർത്ഥമുണ്ട്, രക്ഷ എന്നും അർത്ഥമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒന്നാണ് അസ്സലാം, അല്ലെ? അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സൂറത്തുൽ ഹശ്റിൽ നമുക്കറിയാം അങ്ങനെ വന്നിട്ടുണ്ട്. അസ്സലാം, അവനാണ് സമാധാനം, അവനിൽ നിന്നാണ് സമാധാനം, അവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവുമാണ് അവനിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമ്പോഴും അതാണ്. അതിനാൽ ഈ ഭവനത്തിന് അള്ളാഹു പൊതുവായിട്ട് നൽകുന്ന ഒരു പേര്, ഒരു വിശേഷണമാണ് ദാറുസ്സലാം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം എന്നൊക്കെയല്ലേ? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അവൻ സമാധാന ഗേഹത്തിലേക്കാണ് വിളിക്കുന്നത് എന്നാണ്. മറ്റുള്ളവർ നേരെ മറിച്ചാണ്. അവര് സകല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ദൗർഭാഗ്യങ്ങളുടെ സങ്കേതമായ നരകഭൂമിയിലേക്കാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, അവിടെ അവർക്ക്, ആർക്ക്? മനോവിശാലതയോടെ ദൈവകൽപ്പനകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞവർക്ക് അവർ അവിടെ
ദാറുസ്സലാം ഉണ്ട് എന്ന് അള്ളാഹു പറയാണ്. ലഹും, അവർക്കുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അവകാശമായി അള്ളാഹു തആല നൽകും എന്നാണ് അതിൻ്റെ ആശയം, അല്ലെ? അവിടെ മുഖ്യമായും ഉണ്ടാകുന്ന പ്രാർത്ഥനയും അഭിവാദ്യവും എന്താണ്? ഇല്ലാ ഖീലൻ സലാമൻ സലാമ, ശാന്തി മന്ത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ, അവിടെ കേവലം പൊയ്വാക്കുകൾ, പാഴ്വാക്കുകൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ ഒന്നും അവിടെ ഇല്ല. കുശുമ്പും കുറുമ്പും ഒന്നും ഇല്ലാത്തൊരു അതിസുന്ദരമായ സമാധാനത്തിന്റെ ഗേഹമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, ഒരുപാട് സ്വപ്നം കാണാൻ കഴിയുന്നൊരു പ്രയോഗമാണ്. വഹുവ വലിയുഹും, പിന്നെയോ ആ ഗേഹത്തിന്റെ രക്ഷാധികാരി ആരാണ്? വഹുവ വലിയുഹും, അവനാണ് അവരുടെ രക്ഷാധികാരി. അള്ളാഹുവാണ് അവിടുത്തെ ഗൃഹനാഥൻ എന്ന പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവൻ അവനാണ്. അവിടെ എന്ന് മാത്രമല്ല, വഹുവ വലിയുഹും എന്ന് പറയുമ്പോൾ ഇഹത്തിലും അവൻ തന്നെയാണ് അവരുടെ രക്ഷകൻ എന്ന് വരുന്നുണ്ട്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത സുകൃതങ്ങൾ നിമിത്തം അവൻ അവരുടെ രക്ഷകനായിട്ട് മാറിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുത്തിരിക്കുന്നു. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നില്ലേ? അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങളായി മാറുന്നവര്, അവർക്ക് ഭയക്കാനില്ല, ദുഃഖിക്കാനുമില്ല. അതേ വാക്ക് തന്നെയാണ് പരസ്പരം ഉപയോഗിക്കുന്നത്. അള്ളാഹു വിശ്വാസികളുടെ വലിയാണ്, വിശ്വാസികളോ? വിശ്വാസികൾ ഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയുകളാണ്. ഒരേ വാക്ക് ഖുർആനിൽ പരസ്പരം പ്രയോഗിച്ചിരിക്കുന്നു. ആ ആത്മബന്ധത്തിന്റെ ശക്തിയാണ് അത് പ്രകടിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി 128 പോകാം. 128 നമ്മൾ പരലോകത്ത് എത്തുന്നു. അവിടെ സകലരെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടുന്നു. ആ സമയത്ത് അള്ളാഹു തആല ജിന്നുകൾ, പ്രത്യേകിച്ചും മനുഷ്യരെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ച പൈശാചിക ഭാവമുള്ള ജിന്നുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുകയാണ്. അപ്പൊ ജിന്നുകൾ അതിന് മറുപടിയും പറയുന്നുണ്ട്. ഈ കാര്യം അള്ളാഹു നേരത്തെ നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനാണ്? ആ ജിന്നുകളുടെ, മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ജിന്നുകളുടെ പിടിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല മുൻകൂട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. നമുക്ക് ആ സൂക്തത്തിലേക്ക് കടക്കാം. 128 സൂക്തം. وَيَوْمَ يَحْشُرُهُمْ جَمِيعًا يَا مَعْشَرَ الْجِنِّ قد استكثرتم من الإنس وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم ويوم يحشرهم جميعا ويوم ഒരു ദിനം, ഹശറ യഹ്ഷുറു ഒരുമിച്ചു കൂട്ടി എന്നാണ് അർത്ഥം. യഹ്ഷുറുഹും അവൻ അവരെ ഒരുമിച്ചു കൂട്ടുന്ന, വയൗമ യഹ്ഷുറുഹും ജമീഅൻ അവരെ ഒന്നടങ്കം അവൻ ഒരുമിച്ചു കൂട്ടുന്ന ദിനം. ആര്? സകലരെയും ഒരുമിച്ച് കൂട്ടാണ്. ആ സമയത്ത് അള്ളാഹു വിളിക്കാണ്, യാ മഅ്ശറൽ ജിൻ, യാ മഅ്ശർ എന്താണ്? കൂട്ടം എന്നാണ് അർത്ഥം. കൂട്ടം.
അഷർ എന്ന വാക്കിന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് മഅഷർ എന്ന് പറയുമ്പോൾ കൂട്ടം എന്നുള്ള അർത്ഥമാണ്. യാ മഅഷർ അൽ ജിന്നി വൽ ഇൻസ്. അതേ സമയത്ത് മഹ്ഷർ ഉണ്ട്. മഹ്ഷർ ഹ കൊണ്ട് തുടങ്ങുമ്പോൾ ഒരുമിച്ച് കൂടുന്ന ഇടം മഹ്ഷർ എന്നാണല്ലോ പറയാ. പരലോകത്തെ വിചാരണാ സഭയ്ക്ക് മഹ്ഷർ എന്നാണ് പറയാ. ഹ ആണ്. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഐനാണ് എന്ന വ്യത്യാസമുണ്ട്. യാ മഅഷർ അൽ ജിന്ന് എന്നാണ് വിളിക്കുന്നത്. ഓ ജിന്നുകളുടെ കൂട്ടമേ, ജിന്നുകളുടെ സഭയെ എന്നാണ് വിളിക്കുന്നത്. ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്. ഖദ് നിശ്ചയം, ഇസ്തക്സറ കസൂറ എന്ന് പറഞ്ഞാൽ ധാരാളമായി എന്നാണ് അർത്ഥം. കസീർ ധാരാളം, അക്സർ ഏറ്റവും അധികം, നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ്. ഇസ്തക്സറ എന്ന് പറയുമ്പോൾ അധികരിപ്പിച്ചു എന്നാണ് അർത്ഥം. വല്ലാതെ പെരുപ്പിച്ചു എന്നാണ്. ഇസ്തക്സർത്തും നിങ്ങൾ പെരുപ്പിച്ചുവല്ലോ, മിനൽ ഇൻസ് മനുഷ്യരിൽ നിന്നുള്ള. എന്താ അങ്ങനെ പറഞ്ഞാല്? ഖദ് ഇസ്തക്സർത്തും മിനൽ ഇൻസ്. ഇവിടെ മിനൽ ഇൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഖദ് ഇസ്തക്സർത്തും മിനൽ ഇൻസ്, നിങ്ങൾ മനുഷ്യരിൽപ്പെട്ടവരെ അങ്ങ് വല്ലാതെ ആക്കി കളഞ്ഞല്ലോ, അമിതമായിട്ട് അവരുടെ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ അവരെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ എന്നാണ്. അതാണ് ഇസ്തക്സറ. അതിന് മാക്സിമം പോയി എന്നുള്ളതാണ്. ആരോടാ പറയുന്നത്? ജിന്നുകളോട് അള്ളാഹു പറയാണ്. എവിടെ വെച്ച്? അവിടെ സകലരെയും ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ അള്ളാഹു തആല ജിന്നുകളോട് പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചോദിക്കാണ്. യാ മാഷറൽ ജിൻ ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ് എന്നാണ്. ഓ ജിന്നുകളുടെ കൂട്ടമേ, നിങ്ങൾ മനുഷ്യരിൽപ്പെട്ടവരെ വല്ലാതെ അങ്ങ് പിഴപ്പിച്ചു കളഞ്ഞല്ലോ. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്. ആ സമയത്ത് വഖാല പറയും, ഔലിയാഉഹും അവരുടെ മിത്രങ്ങൾ. അതേ വലിയാണ്, അള്ളാഹു വലിയ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അവരുടെ മിത്രങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരെ കുറിച്ചാണ്. ആരുടെ മിത്രങ്ങളാണ്? ഈ ജിന്നുകളുടെ മിത്രങ്ങളായിട്ട് മാറിയ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. വഖാല ഔലിയാഉഹും അവരുടെ, ജിന്നുകളുടെ മിത്രങ്ങളായിരുന്ന മനുഷ്യർ പറയാൻ പോവാണ്. എന്താണ് അവർ പറയാം? മിനൽ ഇൻസ് എന്നവിടെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യരിൽപ്പെട്ട ആ ജിന്നുകളുടെ മിത്രങ്ങൾ പറയും, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ്. റബ്ബന ഞങ്ങളുടെ നാഥ. അള്ളാഹുവോട് പറയാണ്. ഇത് പ്രാർത്ഥനയൊന്നുമല്ല, മറിച്ച് റബ്ബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരലോകത്ത് വെച്ച് അവർ പറയാണ്, ഇസ്തംതഅ. ഇസ്തംതഅ സുഖമെടുത്തു, ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ രസം അനുഭവിച്ചു എന്നൊക്കെയാണ്. മതാ എന്ന വാക്കില്ലേ, മതാ എന്താണ്? വിഭവം, ജീവിത വിഭവം. പിന്നെ വിവാഹമോചനം ചെയ്യപ്പെടുന്ന സ്ത്രീക്ക് നൽകപ്പെടുന്ന ജീവനാംശം, പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള വിധത്തിൽ അവർക്ക് നൽകപ്പെടുന്ന മതാ ജീവിത വിഭവമാണ്. അതിൽ നിന്നാണ് ഇവിടെ ഈ പ്രയോഗം ഉണ്ടായത്. നമ്മൾ പല സന്ദർഭങ്ങളിൽ അത് പഠിച്ചിട്ടുണ്ട് അല്ലെ? തമത്വ, ഇപ്പോ ഇഹ്റാമുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ ഉംറയുടെയും ഇഹ്റാമില് തമത്വ എന്നൊരു പ്രയോഗമല്ലേ? ആരുടെ ഇഹ്റാമാണത്? ഉംറ ചെയ്ത് സാധാരണ ജീവിതം നയിച്ച് പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെ ഹജ്ജിന്റെ ഇഹ്റാമിനെ കുറിച്ചാണ് തമത്വ എന്ന് പറയാം അല്ലെ? അപ്പൊ അത് അവര് ഹജ്ജിനും ഉംറയ്ക്കും ഇടയില്, ഉംറയ്ക്കും ഹജ്ജിനും ഇടയില് സാധാരണ ജീവിതം നയിക്കുന്നു എന്ന നിലയ്ക്കാണ്. അപ്പൊ ആ നിലയ്ക്ക് മത എന്ന വാക്ക് നമുക്ക് പരിചയമുണ്ട്. ഇവിടെ ഇസ്തംത എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സുഖം എടുത്തു, അല്ലെങ്കിൽ രസം അനുഭവിച്ചു എന്നൊക്കെയാണ്. അപ്പൊ അവര് പറയാം, റബ്ബനസ്തംത, നാഥ ഞങ്ങള് രസിക്കുകയായിരുന്നു, ഞങ്ങൾ സുഖം അനുഭവിക്കായിരുന്നു. ബഅദുന ബിബഅദ്, എങ്ങനെ? ബഅദുന ഞങ്ങളിൽ ചിലർ, ബിബഅദ് ചിലരെ കൊണ്ട്. ചിലർ ചിലരെ കൊണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പരസ്പരം സുഖം അനുഭവിക്കായിരുന്നു പടച്ചോനെ എന്നാണ് ആ സമയത്ത് മനുഷ്യരിൽപ്പെട്ട ജിന്നുകളുടെ കൂട്ടാളികൾ അള്ളാഹുവോട് പറയുന്നത്. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ്. എന്നിട്ടോ
വബലഗ്ന അജലന അല്ലദീ അജ്ജൽത ലനാ. എന്നിട്ട് അവര് പറയാണ് വബലഗ്ന, ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ബലഗ യബ്ലുഗു, എത്തി. അങ്ങനെ ഫബലഗ്ന, ഞങ്ങൾ വബലഗ്ന, ഞങ്ങൾ എത്തിയിരിക്കുന്നു. അജലന, അജൽ അവധി എന്നാണ്. അജലന, ഞങ്ങളുടെ അവധിയിൽ. അല്ലദീ, ആ അവധി ഉണ്ടല്ലോ. അജ്ജൽത ലനാ, അജ്ജലയു അജ്ജിലു, അവധി നിശ്ചയിച്ചു എന്നാണ് അർത്ഥം. അജ്ജൽത, നീ നിശ്ചയിച്ച അവധി. ലന, ഞങ്ങൾക്ക്. അതൊക്കെ ഇപ്പോൾ അവർക്ക് ബോധ്യമായി. മരണം എന്നൊരു അവധിയുണ്ട്, അതുപോലെ ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു അവധിയുണ്ട്. അങ്ങനെ അവധിയെല്ലാം കഴിഞ്ഞ് ഖബറും ഒക്കെ കഴിഞ്ഞിട്ട് വിചാരണ വേളയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ എത്തിയിരിക്കുകയാണ്. അപ്പൊ നീയാണ് ഞങ്ങൾക്ക് അവധി നിശ്ചയിക്കുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഇപ്പൊ അവർക്ക് ഉണ്ടായിരിക്കുന്നു. അതാണ് വബലഗ്ന അജലന അല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ആ മനുഷ്യർക്ക് തിരിച്ചറിവുണ്ടായി. പക്ഷെ എപ്പോഴാണ്? അവിടെ പരലോകത്ത് എത്തിയപ്പോഴാണ്. ഇങ്ങനെ ഒരു അവധിയിലാണ്, നീ നിശ്ചയിച്ച അവധി ഞങ്ങൾക്ക് പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു എന്താ പറയാ? ഖാല, അള്ളാഹു പറയാണ് അന്നാറു മസ്വാക്കും. അവരെ ഒരുമിച്ച് കൂട്ടിയ ഇടമാണല്ലോ, വിചാരണ നടക്കുകയാണ്. അപ്പോഴാണ് ഈ ചോദ്യവും ഉത്തരവും. ഇനി അവർക്കുള്ള വിധി പ്രഖ്യാപിക്കുകയാണ്. അന്നാറു മസ്വാക്കും, നരകമാകുന്നു നിങ്ങളുടെ സങ്കേതം എന്ന് മറുപടി ലഭിക്കും. ഖാലിദീന ഫീഹ, ഖാലിദീൻ, അവർ ശാശ്വതരാണ്. ഫീഹ, അവിടെ. ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതുവരെ. അള്ളാഹു ഉദ്ദേശിക്കുന്ന എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച നിത്യവാസികൾ ഒഴികെ എന്ന് പറയാം. ആ നിലയ്ക്കാണ് ആ പരാമർശം ഉള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന അവസ്ഥ ഒഴികെ, അതല്ലാത്ത മറ്റൊന്നും ഇവിടെ സംഭവിക്കുകയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലയ്ക്ക് ആയിരിക്കും നരകത്തിൽ അവർ വസിക്കുന്നത്. എന്നിട്ട് പറയാണ് ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, നിശ്ചയം നിന്റെ നാഥൻ ഹക്കീം, യുക്തിജ്ഞനാണ്. അലീം, സകലം അറിയുന്നവനുമാകുന്നു നിന്റെ നാഥൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂക്തം അവിടെ സമാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വരാനിരിക്കുന്ന ഒരു രംഗം ഇപ്പൊ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, വരച്ചു കാട്ടുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു എത്ര കാരുണ്യവാനാണ് എന്നതാണ്. ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും പൈശാചിക വികാരങ്ങൾക്ക് അടിപ്പെട്ട് അവന്റെ പിന്നാലെ സഞ്ചരിച്ചു പോകും, അല്ലെ? അതിൽ നിന്ന് തിരിച്ചറിവുണ്ടായി പെട്ടെന്ന് പിന്മാറിയാൽ രക്ഷയുണ്ട്. അല്ലെങ്കിൽ അതിൽ അകപ്പെട്ടത് തന്നെയാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടാവില്ല. അപ്പൊ അതിനാൽ ഇങ്ങനെ ഒരു രംഗം വരാനിരിക്കുന്നു എന്ന് അല്ലാഹു തആല മുൻകൂട്ടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സൂക്തത്തിലൂടെ. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. വയൗമ യഹ്ശുറുഹും ജമീഅൻ പറഞ്ഞു തുടങ്ങുന്നത് കണ്ടില്ലേ? സകലരെയും ഒരുമിച്ച് കൂട്ടുന്ന നാൾ. എല്ലാവരും ഉണ്ടാവും, മനുഷ്യരുണ്ട്, ജിന്നുണ്ട്, സകല ജീവജാലങ്ങൾ എല്ലാവരും, വിചാരണയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവും. എന്നിട്ടോ ആ സമയത്താണ് ജിന്നുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നത്. യാ മഅ്ശറൽ ജിൻ, സൂറ അർ-റഹ്മാനില് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരായത്തുണ്ട്, അല്ലെ? മനുഷ്യ ജിന്ന് വർഗമേ എന്നാണ് അവിടെ തുടക്കം. ഇവിടെ ജിന്നുകളെ മാത്രമാണ് അള്ളാഹു വിളിക്കുന്നത്. എന്നിട്ട് പറയാം ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ ഈ മനുഷ്യരെ വല്ലാതെ അങ്ങ് വഞ്ചിച്ചു കളഞ്ഞല്ലോ, വല്ലാതെ അവരുടെ പിന്നാലെ കൂടിയിട്ട് അവരെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ നിങ്ങൾ എന്ന് അള്ളാഹു അവരോട് പറയാണ്, ജിന്നുകളോട്. ഇത് ശരിക്കും അള്ളാഹുവിൽ നിന്ന് അവർ ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമായിരുന്നില്ലേ? അങ്ങനെയായിരുന്നു, അല്ലെ? അത് സംഭവിച്ചത്. പിശാച് മനുഷ്യന്റെ പിന്നാലെ ഇല്ലേ? ഇബ്ലീസ് പറഞ്ഞില്ലേ അന്ന്, നീ എന്നെ വഴിതെറ്റിച്ചതിനാൽ തീർച്ചയായും നിന്റെ ചൊവ്വായ വഴിയിൽ ഞാൻ തക്കം പാർത്തിരിക്കും. എന്നിട്ട് ഈ മനുഷ്യന്മാരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ഒക്കെ ഞാൻ അവരെ സമീപിച്ചുകൊണ്ടിരിക്കും. അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായിട്ട് നിനക്ക് കാണാൻ കഴിയില്ല എന്നൊരു വെല്ലുവിളിയുടെ സ്വരത്തില് ഇബ്ലീസ് അള്ളാഹുവുമായിട്ട് സംസാരിച്ചിരുന്നു. ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീല,
മനുഷ്യന്റെ സന്തതികളിൽ തുച്ഛം പേരൊഴികെ സകലരെയും ഞാൻ പിഴപ്പിച്ചു കളയും എന്ന് പറഞ്ഞു. വലാ തജിദു അക്സറുഹും ഷാക്കിരീൻ, മനുഷ്യരിൽ അധിക പേരെയും നിനക്ക് നന്ദിയുള്ളവരായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യനെ കുറിച്ച് പറഞ്ഞില്ലേ, ഓ ഈ മനുഷ്യനെയാണോ നീ എനിക്ക് മേലെ ആദരിച്ചത്? അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ, ഇബ്ലീസ് ചോദിക്കുന്നുണ്ട്, എനിക്ക് മേലെ നീ ആദരിക്കാൻ കണ്ടത് ഇവനെയാണോ? നീ എനിക്ക് അന്ത്യനാൾ വരെ അവസരം തരികയാണെങ്കിൽ ഇവന്റെ സന്തതികളെ തുച്ഛം പേരൊഴികെ സകലരെയും ഞാൻ പിഴപ്പിച്ച് കാണിച്ചു തരാം എന്ന് സൂറത്തുൽ ഇസ്രായിലെ 62-ാമത്തെ സൂക്തത്തില് ഇബ്ലീസ് അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യർ ഇങ്ങനെ ഇബ്ലീസിന്റെ പിന്നാലെ കൂടുതൽ കൂടിയപ്പോ അത് അള്ളാഹുവിന്റെ പരാജയമാണോ? അള്ളാഹു വെല്ലുവിളിയില് തോറ്റുപോയതാണോ? എന്താ സംഭവം? അങ്ങനെയൊന്നുമല്ല. അള്ളാഹു അപ്പം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എൻ്റെ മുത്തഖീങ്ങളായ എൻ്റെ സ്വാലിഹീങ്ങളായ ദാസന്മാരെ നിനക്ക് കിട്ടൂല എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് മനുഷ്യർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു, ഒരേ സമയത്ത് നന്മയും സ്വീകരിക്കാം തിന്മയും സ്വീകരിക്കാം. മനുഷ്യൻ എന്ത് ചെയ്തു? ലഭിച്ച സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തു. അങ്ങനെയാണ് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ അധിക പേരും ഭൂരിപക്ഷം സത്യം അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഭൂരിപക്ഷം അങ്ങനെയാണ്. നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ സത്യദീൻ ഇസ്ലാം എന്ന ഈ ജീവിത വ്യവസ്ഥ പിന്തുടരുന്നവര് ലോകത്ത് കുറവായിരിക്കും. ഈ അവരിൽ തന്നെ ഏറ്റവും ബോധത്തോടുകൂടി തിരിച്ചറിവോടുകൂടി ഇതിനെ സ്വീകരിച്ച് ഉൾക്കൊള്ളുന്നവർ വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുക. അതിനാൽ അവിടെ അള്ളാഹു അല്ല പരാജയപ്പെട്ടത്, മറിച്ച് അള്ളാഹു ഏർപ്പെടുത്തിയ പരീക്ഷണത്തില് മനുഷ്യനാണ് പരാജയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു തആല ജിന്നുകളോട് ഇങ്ങനെ പറയുന്നത് എന്താണ്? ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ മനുഷ്യരില് ധാരാളം ആളുകളെ പഴിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുന്നത് എന്താണ്? ജിന്നുകൾ അവരുടേതായ ദൗത്യത്തിൽ വിജയിച്ചു, മനുഷ്യനോ അതിനെ ചെറുത്തു നിൽക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ കണ്ടില്ലേ, മനുഷ്യരിൽപ്പെട്ട ഈ ജിന്നുകളുടെ കൂട്ടുകാരാണ് ഉടനെ മറുപടി പറയുന്നത്, റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദ്, പടച്ചോനെ ഞങ്ങൾ പരസ്പരം സുഖം ആസ്വദിക്കുകയായിരുന്നു, ഞങ്ങൾ എൻജോയ് ചെയ്യുകയായിരുന്നു എന്നാ പറയുന്നത്. അതെങ്ങനെയാണ്? ഈ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ ഇബ്ലീസ് മനുഷ്യനില് തെറ്റായ ചിന്തകൾ ഇട്ടു കൊടുക്കും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അല്ലെ, നമ്മൾ പഠിച്ചാണ്. മനുഷ്യ മനസ്സില് ദുർവിചാരങ്ങൾ ഇട്ടു കൊടുക്കും. അത് ശരിക്കൊരു ചൂണ്ടയായിരുന്നു. എന്നിട്ടോ മനുഷ്യൻ അതിൽ പോയിട്ട് കൊത്തും. അപ്പോ ജിന്നെന്ത് ചെയ്യും? ഈ ശൈത്താൻ ഇബ്ലീസ് മനുഷ്യനിങ്ങനെ പിറകോട്ട് വലിച്ചുകൊണ്ട് പോകും. മനുഷ്യൻ കുതറിച്ചാടാൻ ശ്രമിക്കും, തൗബ ചെയ്യും, ഇടക്ക് നന്നാവാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴും ആ കുരുക്ക് അവിടെ കിടക്കുകയാണ്. അവൻ പിന്നെയും പിന്നെയും അതിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തില് ഇബ്ലീസ് വലിച്ചുകൊണ്ട് പോവാണ്. ശരിക്കും ചൂണ്ടയിൽ കുരുങ്ങിയ മത്സ്യത്തെ പോലെ ആയിട്ട് മാറുകയാണ്. അതാണ് ഇവിടെ ഇസ്തംതഅ ബഅദുനാ ബിബഅദ് എന്ന് പറയുന്നത്. അപ്പൊ മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഇര, ചൂണ്ടയിലെ ഇരയാണ് പ്രധാനം. അതിങ്ങനെ തിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക, ഇത് തനിക്കുള്ളതാന്ന് കരുതിയിട്ട്. അതേ സമയത്ത് ആ ഈ കണ്ണി പിടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആള്, അയാളുടെ കയ്യിലാണല്ലോ അതിന്റെ ചൂണ്ടൽ കണ്ണിയുള്ളത്. ആ കണ്ണി പിടിച്ചിരിക്കുന്ന ആളോ അതിങ്ങനെ വലിച്ചു വലിച്ച് അയാളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്, അല്ലെ? ഒരേ സമയം ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഇട്ടു കൊടുക്കുന്നു, മനുഷ്യൻ അത് ഏറ്റെടുത്ത് പ്രാക്ടിക്കലാക്കുന്നു. ഇത് മുന്നോട്ട് പോവാണ്. അങ്ങനെ അങ്ങനെ എന്താകും? ഇബ്ലീസിന്റെ സങ്കേതത്തിൽ അകപ്പെട്ടു പോകും. അങ്ങനെ മനുഷ്യൻ അവന്റെ അടിമയായിട്ട് മാറുന്നു. മനുഷ്യരിൽ നിന്ന് പലരും ഇബ്ലീസിന് വേണ്ടിയിട്ട് പല തരത്തിൽ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരാണ് സത്യനിഷേധികളായി മാറുന്നത്, കപടന്മാരായി മാറുന്നത്, അതുപോലെ ബഹുദൈവ സങ്കല്പങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, സ്വയം ദൈവം ചമയുന്നത്, ആൾദൈവവും സിദ്ധനും ഒക്കെ ആയിട്ട് മാറിയിട്ട് ഇങ്ങനെ പല തരത്തിൽ ഇബ്ലീസിന്റെ സങ്കേതത്തില് അകപ്പെടുകയും അവന്റെ പ്രതിനിധികളായിട്ട്
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അങ്ങനെ വരുമ്പോൾ, അല്ലെ? അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതാണ് ഇസ്തംതഅ ബഅദുനാ ബിബഅദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം. ഇബ്ലീസിന് സന്തോഷമായി, ഇബ്ലീസിന്റെ വലയിൽ അകപ്പെട്ട മനുഷ്യരും തൽക്കാലം സന്തോഷിക്കാൻ. എന്നിട്ട് ഈ മനുഷ്യർ തന്നെ പറയാണ്, എന്താ പറയാ, വബലഉനൽ അജലനല്ലദീ അജ്ജൽതലന, ഇപ്പൊ ഞങ്ങൾ ചൂണ്ടയിൽ കുരുങ്ങി, അല്ലെ? നീ നിശ്ചയിച്ച ആ അവധിയില് ഞങ്ങളിതാ വന്നെത്തിയിരിക്കുന്നു. നേരത്തെ ഭൂമിയിൽ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോ ഈ അവധിയെക്കുറിച്ച് യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. അടിച്ചു പൊളിക്കാണ്, എന്തു വന്നാലും ആസ്വദിച്ചിടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവധിയിലെത്തിയതാണ് എന്ന് പറയും. ഉള്ളത് തുറന്നു പറഞ്ഞതാണ്. ആ സമയത്തും അവരിത് പറയുമ്പോൾ അവര് ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച ആസ്വാദനങ്ങൾ, അതിൻ്റെ മാധുര്യം ഇപ്പോഴും അവരുടെ നാവിൻ തുമ്പിലും മനസ്സിൻ തുമ്പിലും ഉണ്ടെന്ന് കരുതണം, അല്ലെ? പശു ചത്തിട്ടും പുളി മാറിയില്ല, മോരിന്റെ പുളി മാറിയില്ല എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറയും പോലെയാണ് ഇവരിപ്പോഴും പറയുന്നത്, കണ്ടില്ലേ? ഇസ്തംതഅ ബഅദുനാ ബിബഅദ്, ഞങ്ങൾ പരസ്പരം, ഞങ്ങൾ ഒന്നിച്ച് കൂട്ടുകൂടിയിട്ട് അടിച്ചു പൊളിക്കായിരുന്നു എന്നാ പറഞ്ഞത്. വബലഉനാ അജലനല്ലദീ അജ്ജൽതലന, അങ്ങനെ ഒടുവിൽ ഞങ്ങൾ നീ നിശ്ചയിച്ച അവധിയിൽ ഇതാ എത്തിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, ഖാല അന്നാറു മത്വാക്കും, നിങ്ങൾക്കുള്ള സങ്കേതം നരകമത്രേ, ഖാലിദീന ഫീഹ, അവർ അവിടെ ശാശ്വതരാണ്, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അള്ളാഹുവിന്റെ ഉദ്ദേശമാണ് അവിടെ നടപ്പാവുക എന്നാണ്. അള്ളാഹു ഉദ്ദേശിച്ചവരെ നരകത്തെ പ്രവേശിപ്പിക്കില്ല എന്നല്ല. ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ നരകവാസികളാന്ന് ഉറപ്പല്ലേ? അതിനാൽ ഇല്ലാ മാഷാ അള്ളാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് എന്തോ അതാണ് ഇനി അവിടെ നടപ്പാകാം. ഇതുവരെ നിങ്ങളായിരുന്നു ഈ ലോകത്ത്, ഭൗതിക ലോകത്ത് തീരുമാനം എടുത്തിരുന്നതെങ്കിൽ ഇനി അള്ളാഹുവിന്റെ നിശ്ചയം മാത്രം നടപ്പിലാകുന്ന ശാശ്വത നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, അള്ളാഹു യുക്തിജ്ഞനാണ്, സർവജ്ഞനാണ്, നിങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ്, നിങ്ങളുടെ ജീവിതം യുക്തിഭദ്രമായിട്ട് സംവിധാനിച്ചവനാണ്. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി 129 സൂക്തം ശ്രദ്ധിക്കാം. وَكَذَلِكَ نُوَلِّي بَعْضَ الظَّالِمِينَ بَعْضًا وَكَذَلِكَ نُوَلِّي بَعْضَ الظَّالِمِينَ بَعْضًا بِمَا كَانُوا يَكْسِبُونَ. وَكَذَلِكَ, അപ്രകാരം, നുവല്ലി, വല്ലായുവല്ലി, അധികാരമേൽപ്പിച്ചു, അധിപനാക്കി, ആധിപത്യം നൽകി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ബഅദുൽ ളാലിമീൻ, ചില അക്രമികളെ നാം അധികാരം ഏൽപ്പിച്ചു കൊടുക്കും, ബഅദൻ, മറ്റു ചില അക്രമികൾക്ക് അവരുടെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതെന്തോ അതുകൊണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ്. വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദൻ, അപ്രകാരം ചില അക്രമികളെ നാം മറ്റു ചില അക്രമികൾക്ക് അധിപന്മാരാക്കി മാറ്റും. ബിമാ കാനു യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുക. ശരിയല്ലേ? ശരിയാണ്. സത്യത്തിന്റെ ആളുകളെ അള്ളാഹുവാണ് അവരുടെ അധിപരായിട്ട് മാറുന്നത്. നേരത്തെ വന്നില്ലേ അങ്ങനെ? വഹുവ വലിയുഹും എന്ന് വന്നിരുന്നു. അവനാണ് അവരുടെ രക്ഷകനും യജമാനനും. അതേസമയത്ത് തിന്മയിലേക്ക് ഒരാൾ വഴിമാറി സഞ്ചരിക്കുമ്പോൾ അയാളുടെ കൂട്ടുകാർ പിന്നെ അങ്ങനെയുള്ളവരായിരിക്കും, അല്ലെ? അവര് പിന്നെ സത്യത്തിന്റെ ആൾക്കാരല്ല, പള്ളിയിൽ പോകുന്ന ആളുകളല്ല, അവര് നന്മ പറയുന്നവര് അങ്ങനെയല്ല. കേവലം ഒരു എൻജോയ്മെന്റിന്റെ സ്റ്റൈലില് ജീവിക്കുന്ന ആളുകളായിരിക്കും അവര്. അവർക്ക് അതിനെക്കുറിച്ചേ പറയാനുണ്ടാവുള്ളൂ. എന്തൊക്കെയോ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. അപ്പോൾ പിന്നെ എന്താകും? ഈ കൂട്ടുകാര് പരസ്പരം യജമാനന്മാരായിട്ട് മാറും. അങ്ങനെയാണ്. ഒരാൾ മറ്റേ ആളോട് കൽപ്പിക്കുന്നു, അപ്പൊ മറ്റേ ആള്
അതിന് വഴങ്ങിക്കൊടുക്കുന്നു. നീ എന്തായാലും വരണം, ഒരു കമ്പനിക്ക് വേണ്ടിയെങ്കിലും നീ വരണം, വരാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ വീടും കുടുംബവും ഒക്കെ വിട്ട് ഓടിപ്പോവും. അങ്ങനല്ലേ? ഇപ്പൊ മദ്യപാനികളൊക്കെ കാണാം അല്ലേ? അപ്പൊ കമ്പനിക്ക് വേണ്ടിയാണ്, അവരുടെ കൂട്ടുകെട്ട് ഭയങ്കര ശക്തമായിരിക്കും. അപ്പൊ അയാൾ വീടും വീട്ടിലെ സ്നേഹവും സന്തോഷവും എല്ലാം വിട്ടെറിഞ്ഞ് അയാളുടെ ക്ലബ്ബുകളിലേക്കും കൂട്ടുകാരികളിലേക്കും പോകുന്നത് കാണാം. ഇങ്ങനെ സംഭവിക്കും. അപ്പൊ അത് ശരിക്കും ഒരു അധികാര കേന്ദ്രം പോലെ ഇരിക്കും. ഭരണകൂടമൊന്നും ആവണമെന്നില്ല, പക്ഷെ അധികാര കേന്ദ്രമായിട്ട് മാറും. അതാണ് വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദ. പിന്നെ അത് വികസിച്ച് ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതി പോലെയാകും. ഇപ്പൊ ഇസ്രയേൽ ഗസയെ ആക്രമിക്കുമ്പോൾ അമേരിക്ക കൂട്ടുനിൽക്കുകയാണ്. ഇടയ്ക്ക് ലജ്ജ തോന്നുന്നുണ്ട് അവർക്ക്. ഇങ്ങനെ 10,000-ങ്ങളെ കൊന്നു തീർക്കുമ്പോൾ ലജ്ജ തോന്നുമ്പോൾ അവർ ലോകത്തോട് വിളിച്ചു പറയും, ഓ ഞങ്ങള് പിന്തുണ പിൻവലിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾ ഒരു ആയുധവും കൊടുക്കില്ല എന്നൊക്കെ അവർ പറയും. അതവരുടെ ഒരു സ്റ്റൈലാണ്, ഒരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. കാരണം എല്ലാവരെയും കൂട്ടുപിടിച്ച് പോകാൻ പറ്റുമോ? ആയുധ കച്ചവടം ഇനിയും നടക്കണമല്ലോ. അപ്പൊ അങ്ങനെ വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദ. ഈ അക്രമികൾ പരസ്പരം ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്കു മേല് ആധിപത്യമുള്ളവരായിരിക്കുന്നു. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചതു നിമിത്തം എന്ന് അല്ലാഹു തആല അതോട് ചേർത്തുകൊണ്ട് പറയാൻ. വളരെ ഗുരുതരമാണ് ശരിക്കും ഈ വിഷയം, അല്ലെ? നമ്മയൊക്കെ ബാധിക്കാൻ ഇടയുള്ളതാണ്. പൈശാചികത എന്ന് പറയുമ്പോൾ മറ്റെന്തോ ഒന്നല്ല, നമ്മുടെ മനസ്സിൽ തന്നെ രൂപപ്പെടുന്ന തെറ്റായ ചിന്തകൾ, അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ അതിൽ ചെന്ന് പെട്ടുപോകൽ, പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന സങ്കടവും പ്രത്യാഘാതങ്ങളും, ഒടുവില് പരലോകത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥ, ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അടുത്ത സൂക്തവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നിങ്ങൾക്കിതെങ്ങനെ സംഭവിച്ചു പോയി എന്ന് അല്ലാഹു തആല ചോദിക്കുന്നൊരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളെ ഓരോ അനക്കത്തിലും അടക്കത്തിലും പ്രയോഗവൽക്കരിച്ചുകൊണ്ട് പൈശാചിക ചിന്തകളിൽ നിന്ന് സ്വയം മോചനം നേടിക്കൊണ്ട് അവനെ മാത്രം വലിയുകളായി സ്വീകരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ വിശുദ്ധമായ മനസ്സാക്ഷി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാ കാപഢ്യങ്ങളിൽ നിന്നും ദുഷ്ചിന്തകളിൽ നിന്നും മനസ്സിനെ കാത്തു രക്ഷിക്കണേ റബ്ബേ. പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. മക്കള് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിരിക്കുന്ന സമയമാണ്. നല്ല ഭാവിയും നല്ല പഠന സാഹചര്യവും നൽകി മക്കളെ അനുഗ്രഹിക്കണേ റബ്ബേ. അതോടൊപ്പം ദീനിന്റെ വഴിയില് അതിൻ്റെ വക്താക്കളായി, അതിൻ്റെ പ്രചാരകരായി, വാഹകരായി മാറുവാൻ മക്കളെ അനുഗ്രഹിക്കണേ നാഥ. നമ്മളിൽ നിന്ന് ഹജ്ജിന് യാത്രയാകുന്ന പലരുമുണ്ട് നമ്മുടെ കുടുംബത്തിൽ, ബന്ധുമിത്രാദികളിൽ. നാഥ, അവർക്കെല്ലാം ഏറ്റവും ഫലപ്രദമായ സഫലമായ ഹജ്ജ് നിർവഹിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തുവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഗസ അതുപോലെ തന്നെ ലോകത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.